പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യൂദത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവമക്കൾക്കായി വർഷിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിരവധി ലെറ്ററുകളിലൂടെയും നിരവധി ഫോൺ സന്ദേശങ്ങളിലൂടെയും അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ദൈവജനം ഇങ്ങോട്ട് അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇന്ന് വിശ്വാസപൂർവ്വം ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വലിയ തരത്തിൽ ദൈവിക അത്ഭുതങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ സിസ്റ്റർ വിനീത FCC
എൻ്റെ വയസ്സ് 57, സ്ഥലം കോതമംഗലം. ഞാനൊരു നേഴ്സാണ്. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ പാസ്റ്റൽ കൗൺസിലിംഗ് നടത്തുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി തൈറോയിഡ് സംബന്ധമായ അസുഖത്തിന് വേണ്ടി ഞാൻ ഡോക്ടറെ സമീപിച്ചു. BP അല്പം കൂടുതലായിരുന്നതിനാൽ കണ്ണിന്റെ പ്രഷർ നോക്കുന്നതിനായി കണ്ണിന്റെ ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചു. പരിശോധനയിൽ എൻ്റെ വലത് കണ്ണിന് തിമിരം ബാധിച്ചു എന്ന് കണ്ടുപിടിച്ചു. ഒഴിക്കാൻ മരുന്നും തന്നയച്ചു. കണ്ണട വെച്ച് പോലും വായിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഷാലോം TVയിലെ അഭിഷേകാഗ്നി പരിപാടി സ്ഥിരമായി ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛൻ ഒരു കുടുംബത്തിൽ ദൈവം നൽകിയ അത്ഭുത സൗഖ്യത്തെക്കുറിച്ചുള്ള എഴുത്തു വായിച്ച് കേൾപ്പിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള മാളിയേക്കൽ എന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യമായിരുന്നു അത്. ആ മദ്യപാനിയുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ചുള്ള സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്കും അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ഈ രോഗത്തിന് വേണ്ടി ഡോക്ടറെ പോയി വീണ്ടും കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണിനുണ്ടായ അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് വിസ്മയിച്ചു. ഡോക്ടർ പറഞ്ഞു, ആഹാ, തരക്കേടില്ലല്ലോ, എത്ര വേഗം ശരിയായി. ഓപ്പറേഷൻ എന്നാണെന്ന് എന്നോട് ചോദിച്ച ഡോക്ടറാണ്. ആ ഡോക്ടർ ഈ രോഗസൗഖ്യത്തെ കണ്ട് അത്ഭുതപ്പെട്ടെന്നോട് ചോദിക്കുകയാണ്, എത്ര അത്ഭുതകരമായി ഇത് മാറിപ്പോയിരിക്കുന്നു. കഴിഞ്ഞ തവണ 4 ലൈൻ മാത്രമാണ് വായിച്ചത്. ഇപ്പോൾ ഒരു പേജ് മുഴുവൻ വായിക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റർ വിനീത FCC 57 വയസ്സ്, കണ്ണിന്റെ തിമിരം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് യേശുക്രിസ്തു സുഖപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ സമയത്ത് രോഗികൾ യേശുവിനെ നാം വിളിക്കുമെങ്കിൽ സൗഖ്യമുണ്ട്. കുടുംബ പ്രശ്നങ്ങളാൽ ഉഴലുന്നവർ യേശുവിനെ വിളിക്കുമെങ്കിൽ ദൈവിക ഇടപെടലുകളുണ്ട്. വിശ്വാസത്തോടെ അത്ഭുതങ്ങളെ പ്രാപിക്കുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യൂദത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 11-ാം വാക്യം, അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ പിതാവേ, അത്യുന്നത ശക്തി ഇപ്പോൾ ദൈവമക്കളുടെ മേൽ പ്രവഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും ദൈവിക സ്പർശനങ്ങളെ നൽകാൻ തക്കവണ്ണം ഇപ്പോൾ കരുണയായിരിക്കണമേ. ഇപ്പോൾ കരുണയുടെ സ്പർശനങ്ങളാൽ അങ്ങയുടെ മക്കളെ സന്തോഷിപ്പിക്കണമേ. അത്ഭുതകരമായ വിടുതൽ അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ ആത്മീയ അഭിഷേകങ്ങളെ നൽകണമേ. മദ്യപാനികൾക്ക് മദ്യപാന വിടുതൽ നൽകണമേ. പുകവലിക്കുന്നവർക്ക് പുകവലിൽ നിന്ന് വിടുതൽ നൽകണമേ. പാപക്കെട്ടുകളിലും അന്ധകാരത്തിലും അടിമയായി കിടക്കുന്നവർക്ക് പാപ അന്ധകാരത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. പാപത്തിന്റെ അരുവികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ അരുവികളെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉൾക്കൊള്ളാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും തടസ്സമായി ഏതെങ്കിലും അന്ധകാര ശക്തികൾ ദൈവമക്കളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ളത് ശാസിക്കുന്നു. ദുഷ്ടശക്തികളെ, ദുരാത്മ വ്യൂഹങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി ദൈവാരാധനയ്ക്കും ദൈവിക വിശ്വാസത്തിനും വേണ്ടി ഹൃദയങ്ങളെ ഒഴിഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദൈവത്തിന്റെ അരൂപി ആവസിക്കട്ടെ. ദൈവത്തിന്റെ അരൂപി കുടുംബങ്ങളിലേക്ക് ആവസിക്കട്ടെ. വിശ്വാസത്തിന്റെ ആത്മാവ് ആവസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്റെ അത്ഭുതത്തെ തന്റെ ജനത്തിന് പ്രകടമാക്കുമ്പോൾ മനുഷ്യന്റെ ശക്തിയെയോ മനുഷ്യന്റെ പ്രതാപത്തെയോ കാര്യമായി എണ്ണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യൂദത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം. ഈ ഒരു വലിയ രഹസ്യം ഗ്രഹിച്ച യൂദത്ത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനും അത്രേ. അവശരെ താങ്ങുന്നവനും നിരാധാരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ് അവിടുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശയറ്റവരെ രക്ഷിക്കുന്ന കർത്താവ്, നിരാധാരരെ പരിപാലിക്കുന്ന ദൈവം, എളിയവരുടെ സങ്കേതമായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
വലിയ ശക്തനും ധീരനുമാണെന്ന് വിചാരിച്ച് ദൈവത്തോട് വിജയിക്കാമെന്ന് ആരും കണക്ക് കൂട്ടരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചക ഗ്രന്ഥത്തിലേക്ക് നമുക്ക് വരാം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായം. ആ അധ്യായം മുഴുവനും ഒരു വലിയ സംഘർഷപൂരിതമായ അന്തരീക്ഷത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇസ്രായേൽ സേനയും ഫിലിസ്തീയ സേനയും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു യുദ്ധരംഗത്തിന്റെ ചിത്രമാണത്. ഫിലിസ്തീയ സേനയുടെ ഇടയിൽ ഗത്തിൽ നിന്നുള്ള ഒരു വലിയ മല്ലൻ, ഗോലിയാത്ത് എന്ന് പേരുള്ള ഒരു വലിയ മല്ലൻ എഴുന്നേറ്റ് നിന്ന് ഇസ്രായേൽ സേനയെ അധിക്ഷേപിച്ച് അവഹേളിച്ച് ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുന്ന രംഗം കാണുവാൻ സാധിക്കും. ഈ വലിയ മല്ലന്റെ ചിത്രീകരണം 1 സാമുവേൽ 17-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? അവന് 6 മുഴവും 1 ചാണും ഉയരമുണ്ടായിരുന്നു. അവന്റെ തലയിൽ ഒരു പിത്തള തൊപ്പിയുണ്ടായിരുന്നു. അവൻ പിച്ചള കൊണ്ടുള്ള ഒരു കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള ഒരു കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന്റെ ഉരുളിന്റെ ഘനവും അതിന്റെ ഇരുമ്പ് മുനയ്ക്ക് 600 ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവന് മുമ്പേ നടന്നിരുന്നു. ഗോലിയാസ് ഇസ്രായേൽ പടയുടെ നേരെ അട്ടഹസിച്ചു കൊണ്ടിരുന്നു. ആരെങ്കിലും എതിരാൻ ധൈര്യമുള്ളവൻ അവൻ എന്നോടെതിരാൻ വരട്ടെ, അവനെതിരെ എതിരിടാൻ ആരുമില്ല എന്നൊരു അഹങ്കാരത്തോടെ അവൻ അട്ടഹസിച്ചുകൊണ്ട് ഈ വിധം സജ്ജനായി അവൻ ഇങ്ങനെ നടക്കുകയാണ്, അവൻ ഇങ്ങനെ വിലസുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇസ്രായേൽ സേനയെ പുച്ഛിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വിജയം സംഖ്യയോ പ്രതാപവന്മാരുടെ പ്രതാപത്തെയോ ആശ്രയിക്കുന്നില്ലെന്നും എളിയവരിലൂടെ ദൈവം വൻ വിജയത്തെ നൽകുമെന്നും തന്റെ ജനത്തിന് ദൈവം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദാവീദ് എന്നൊരു എളിയ ബാലൻ, ഒരു ആട്ടിടയൻ, വലിയ ആകാര സൗഷ്ഠവമോ വലിയ യുദ്ധ സാമർഥ്യമോ യുദ്ധ പരിചയമോ യുദ്ധ പരിശീലനമോ ഇല്ലാത്ത ഒരു ചെറുബാലൻ, അവൻ യുദ്ധരംഗത്ത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി അവന്റെ ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലെ ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന ഈ അപരിച്ഛേദത്തിന്റെ നിന്ദാവചനങ്ങൾ ആ ബാലന്റെ കാതുകളിൽ പതിഞ്ഞത്. ആ ബാലൻ ചോദിച്ചു, ഈ ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന ഈ അപരിച്ഛേദൻ ആരാണ്? ഇവനെ നിലയ്ക്ക് നിർത്താൻ ആളില്ലേ? ആ ചെറുബാലൻ ആത്മരോഷം പൂണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഗോലിയാത്തിന്റെ ശക്തിയെയും ഗോലിയാത്തിന്റെ ബലത്തെയും കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന ഇസ്രായേൽ സേന അവനോട് അടക്കം പറഞ്ഞു, അത് ഗോലിയാത്താണ്, സൂക്ഷിക്കണം, അത് ഗോലിയാത്താണ്, മിണ്ടരുത്. ഇങ്ങനെ ഈ ബാലനെ ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിച്ചു. എന്നാലും ഈ ബാലൻ രാജാവിന്റെ അടുത്ത് എത്തപ്പെട്ടു. രാജാവിനോട് പറഞ്ഞു, ഇവൻ ഈ ഗോലിയാത്തിനോട് എതിരാനുള്ള അനുവാദം എനിക്ക് തന്നാലും രാജാവിന്റെ പ്രത്യേകമായ അനുവാദ പ്രകാരം ഇതാ ഈ ചെറുബാലനായ ദാവീദ് ഈ ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി ഈ ചെറുബാലനായ ദാവീദ് കടന്നു ചെല്ലുമ്പോൾ ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ അവന് ദാവീദിനോട് ഒരു മതിപ്പ് തോന്നിയില്ല. അവൻ ദാവീദിനോട് ചോദിക്കുകയാണ്, നീ ഈ പീറബാലൻ, ഈ ചെറുബാലൻ, നീ എന്താ എന്റെ നേരെ ഒരു വടിയുമായിട്ട് വരുന്നത്? എന്റെ നേരെ ഒരു വടിയുമായി വരാൻ ഞാൻ എന്താ ഒരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇന്ന് ഞാൻ എറിഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീതാ വരുന്നു. എന്നാൽ കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഇന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്തീൻ അടുക്കുന്നത് കണ്ടപ്പോൾ ദാവീദ് അവന്റെ കവണയെടുത്ത് ആ കവണയിൽ കല്ലുകൾ വെച്ച് ഈ ഫിലിസ്തീനെ നേരെ ചുഴറ്റി എറിഞ്ഞു. അവന്റെ കവണയിൽ നിന്ന് പുറപ്പെട്ട കല്ല് ഈ മല്ലനായ ഫിലിസ്തീന്റെ നെറ്റിയിൽ അടിച്ച് അവൻ ബോധരഹിതനായി നിലം പതിച്ച്. ദാവീദ് അവന്റെ ശരീരത്തിൽ കയറി നിന്ന് അവന്റെ തല വെട്ടി മുറിച്ച് മാറ്റിയെടുത്ത് ഇസ്രായേൽ സേനയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ മല്ലനും വലിയ ശക്തിയുണ്ടെന്ന് അഹംഭവിച്ചിരുന്നവനുമായ ഗോലിയാത്തിന്റെ അന്ത്യമാണിത്. അതാണ് യൂദത്തിന്റെ പുസ്തകത്തിൽ
9-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരുടെ പ്രതാപത്തെയോ ആശ്രയിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് വിജയം നൽകുന്നത് വാളും കുന്തവും കൊണ്ടല്ല. കർത്താവ് രക്ഷിക്കുന്നത് വാളും കുന്തവും കൊണ്ടല്ല എന്ന് നാം അറിയണം. കർത്താവിന്റെ ശക്തി കർത്താവിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ ലോകത്തിന്റെ പണമുണ്ട് എന്നതിലുള്ള അഹങ്കാരം എടുത്തു മാറ്റണമേ. ഈ ലോകത്തിന്റെ സ്വാധീനമുണ്ട് എന്നുള്ള അഹങ്കാരം എടുത്തു മാറ്റണമേ. ഈ ലോകത്തിന്റെ എന്തെങ്കിലും ആയുധം കൊണ്ട് അതിൽ അഹംഭവിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഇന്ന് എനിക്ക് തിരിച്ചറിവ് തന്ന് ഈ ലോകത്തിന്റെ ശക്തി വിശേഷങ്ങളല്ല, എന്റെ ദൈവത്തിന്റെ ശക്തിയാണ് എനിക്ക് ശാശ്വത വിജയം തരുന്നത് എന്നൊരു അനുഭവം തിരിച്ചറിവും അവിടെ നിന്ന് നൽകണമേ. ഒരു നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഈ നിമിഷങ്ങളിൽ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ. ജഡത്തിന്റെ ശക്തിയല്ല, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ് ബലപ്പെട്ട ശക്തി എന്ന് തിരിച്ചറിയാൻ ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളെ സ്പർശിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, തിന്നും കുടിച്ചും ലോകത്തിന്റെ ശക്തിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ഓരോ മകനും ഓരോ മകൾക്കും ആത്മാവിന്റെ അഭിഷേക ശക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ് നൽകണമേ. ജഡത്തിന്റെ ശക്തിയല്ല, ആത്മാവിന്റെ അഭിഷേക ശക്തിയാണ് വിലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ അഭിഷേക ശക്തി പ്രാപിപ്പാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ആഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായ സുരക്ഷിതത്വമായ ആയുധങ്ങൾ, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആയുധങ്ങൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുകയില്ലെന്നും ദൈവത്തിന്റെ അഭിഷേകമാണ് തക്ക സമയത്ത് എന്റെ രക്ഷയ്ക്ക് ഉതകുകയെന്നും തിരിച്ചറിയാൻ ഓരോ മകനെയും ഓരോ മകളെയും പിതാവേ ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ അയച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്ധകാരത്തിന്റെ വഷള ചിന്തകൾ വിട്ടുപോകട്ടെ, മൂഢചിന്തകൾ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ തെളിഞ്ഞ ചിന്തകൾ, അഭിഷേകത്തിന് വേണ്ടി ദാഹമുള്ള ചിന്തകൾ ഓരോ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. തിന്മയുടെ അരൂപികളെ ശാസിക്കുന്നു, മൂഢതയുടെ അരൂപികളെ ശാസിക്കുന്നു, വഷളത്വത്തിന്റെ അരൂപികളെ ശാസിക്കുന്നു. ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരുടെ ശക്തിയെയോ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ അത്ഭുത ശക്തി പ്രവഹിക്കാൻ ആഗ്രഹിക്കുക. തകർന്ന കുടുംബ അന്തരീക്ഷങ്ങളിലേക്ക്, തകർന്ന മനസ്സിന്റെ അവസ്ഥകളിലേക്ക് യേശുവിന്റെ വിടിവിക്കുന്ന ശക്തി, പുനരുദ്ധരിക്കുന്ന യേശുവിന്റെ ശക്തി, വീണ്ടും ഉയർപ്പിക്കുന്ന യേശുവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി. മകനെ, മകളെ, ഈ മഹിനാം വിശ്വാസത്തോടെ എൻ്റെ പേര് സാജൻ, സ്ഥലം പന്തലാംപാടം. ഞാൻ ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്. നടുവിൻ്റെ ചില പ്രൊഫസർ 10 വർഷമായ നടുവേദനയാണ്. വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരാൻ വേണ്ടി വന്നപ്പം
ഇളയ സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്നു. ഇതുപോലെ ഇവിടുത്തെ സിയോൻ ധ്യാനകേന്ദ്രത്തെ ഒരു കാസറ്റ് കാണാനിടയായി. അപ്പോൾ ഇളയ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓപ്പറേഷൻ ചെയ്യുന്ന മുമ്പേ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് അച്ഛനെയൊക്കെ ഒന്ന് കണ്ട് ഈ 6 ദിവസത്തെ ധ്യാനം കൂടെ അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ നടു കുനിക്കാനോ ഒരു കാര്യത്തിലും രക്ഷയില്ല, ഭയങ്കര വേദന. ഇപ്പോൾ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി അത് പോയാൽ ശരിയാവില്ല, വെറുതെ ഇത്രയും ദൂരം അട്ടപ്പാടി വരെ പോയിട്ട് എന്തോ വെറുതെ കാര്യമൊന്നുമില്ലെന്ന്, നീ മോൻ പോയി നോക്കിയിട്ട് രക്ഷയില്ലെങ്കിൽ ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഇവിടെ അട്ടപ്പാടി വന്ന സമയത്ത് വണ്ടിയിൽ കണ്ടക്ടർ എന്നെ പിടിച്ചിറക്കുന്നു. ഞാൻ ശനിയാഴ്ച ഇവിടെ രാത്രി വന്നു, അച്ഛനെ കാണുമ്പോൾ അവിടെ നിന്ന് എഴുത്തൊക്കെ മേടിച്ചോണ്ടാണ് വന്ന് അച്ഛനെ കാണാൻ സംസാരിച്ചാൽ വന്നു. ഇവിടെ അഡ്മിഷൻ ഫുള്ളായി, എങ്കിലും ഒരു വേക്കൻസി എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു, എനിക്ക് കിട്ടി. ശനിയാഴ്ച വന്നു. എനിക്ക് ശനിയാഴ്ച ഒട്ടും തന്നെ ഞാൻ കുടിക്കാൻ വയ്യായിരുന്നു. മിനിഞ്ഞാന്ന് മുതൽ കുറച്ച് കുറവ്. ഞാൻ ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷേ കുമ്പസാരം കഴിഞ്ഞു ഒന്ന് കരഞ്ഞു, ശരിക്കും കരഞ്ഞ് പറഞ്ഞപ്പോൾ തന്നെ അന്നേരം തന്നെ എങ്ങനെ മാറുന്നത് എനിക്ക് പൂർണ്ണമായിട്ടത് ഇങ്ങനെ കുനിയാൻ തന്നെ ദൂരെ കളഞ്ഞു. കുമ്പസാരം കഴിഞ്ഞ അപ്പൊ തന്നെ ശരിക്കും ഒന്ന് കിടന്ന് കുനിയാവോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വേദനയോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടും വേദനയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് എവിടെ പോയി വേദന? ഹല്ലേലൂയ. ആ ബെൽറ്റ് ഒന്ന് കാണി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബെൽറ്റ് ധരിച്ചാണ് സഹോദരൻ ധ്യാനത്തിന് ഇവിടെ വന്നത്. കണ്ടക്ടർ ബസ്സിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ ഇറക്കി അതുപോലെ രോഗിയായിട്ടാണ് സഹോദരൻ ഇവിടെ വന്നത്. എന്നാൽ ഈ സഹോദരനെ കർത്താവ് കുംഭസാരം കഴിഞ്ഞ അന്ന് തന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കർത്താവ് ബെൽറ്റ് ഉരി മാറ്റി. ഇപ്പോൾ ഒരു കേടുമില്ല. കുനിയാം, നിവരാം, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാം, വട്ടം തിരിയാം, ഒരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. നന്നായിട്ട് കൈയടിച്ച്, സന്തോഷത്തോടെ കൈയടിച്ച്. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. എൻ്റെ പേര് ജോർജ്, കാഞ്ഞിരം. ഞാൻ സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഇങ്ങോട്ട് പോരുമ്പോൾ അത് എടുക്കാൻ മറന്നും പോയി. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പുറയിലാണ് ഇരുന്നത്. ഈ ചുമയ്ക്കുമ്പോൾ കഫം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യത്തെ ദിവസം ഇവിടെ പുറയിൽ പോയി തുപ്പി. രണ്ടാമത്തെ ദിവസം തൊട്ട് ഒരു കുഴപ്പവുമില്ല. ഞാനിന്ന് തണുത്ത വെള്ളത്തെ കുടിക്കുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ചേട്ടൻ്റെ പേരാണ് ജോർജ് ചേട്ടൻ. കാഞ്ഞിരം എന്ന സ്ഥലത്ത് നിന്നാണ്. 10 വർഷമായി അലർജിയുടെ അസ്വസ്ഥയാണ്. എന്താണ് അലർജി? ചുമയ്ക്കുമ്പോൾ കഫം വരുന്ന അലർജി രോഗം എന്ന് പറഞ്ഞാൽ പൊടി അടിച്ചാലും തണുപ്പടിച്ചാലും അപ്പം കഫം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചുമയ്ക്കുമ്പോൾ കഫം വന്നുകൊണ്ടിരിക്കും. രാത്രി കാലങ്ങളിൽ ഈ അലർജി നിമിത്തം ഉറങ്ങാൻ പറ്റാതെ 10 വർഷമായിട്ട് അദ്ദേഹം വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനത്തിന് ഇവിടെ വന്നത്. ഈ ധ്യാനത്തിന് നിങ്ങൾക്കറിയാം, തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആദ്യത്തെ ദിവസം കഫം വന്നു, തണുപ്പടിച്ചു, കഫം വന്നു. കഫം ക്ലാസ്സിനിടയ്ക്ക് പോയി തുപ്പി കളഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ ആ രോഗം അപ്രത്യക്ഷമായി, ഉണ്ടായിട്ടേ ഇല്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കാനും ഈ സഹോദരൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടും ആ അലർജി ഉണ്ടായില്ല. നന്നായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി.